പേര് മനു. സ്ഥലം പത്തനാപുരത്തിനും പുനലൂരിനും ഇടയ്ക്ക് ചേകം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ജന്മന എനിക്ക് വലതുകൈയില്ല, ഒരു വലതുകൈയിലായിരുന്നു. പിന്നെ ചെറിയ ചിത്രങ്ങളൊക്കെ പടം വരയ്ക്കും. അതിനുശേഷം 10ാം ക്ലാസ് ജയിച്ചതിന് ശേഷം രവിവർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ പോയി ചിത്രരചന പഠിക്കുകയും പിന്നെ അതിനുശേഷം കോട്ടയത്ത് മണിമല എന്ന് പറയുന്ന സ്ഥാപനം അവിടെ പോയി ഒരു സാറിൻ്റെ അടുത്ത് കുറച്ച് നാൾ ചിത്രം പഠിച്ചതിന് ശേഷം പിന്നെ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് എഴുതിയാണ് എൻ്റെ ഉപജീവനമാർഗം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇടക്കാലത്ത് വെച്ച് നമ്പർ പ്ലേറ്റ് എഴുത്ത് വളരെ ബുദ്ധിമുട്ട്, ജോലിയില്ലാത്ത സമയത്ത് റബ്ബർ ടാപ്പിംഗ് എന്ന് പറഞ്ഞ തൊഴിലിന് പോകുമായിരുന്നു, മരം ടാപ്പ് ചെയ്യാൻ. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒന്ന് വീണ് കൈ ഒന്ന് ഒടിയുകയുണ്ടായിരുന്നു. ഈ കൈ വലത് കൈ ഒടിഞ്ഞ്. പിന്നെ അപ്പോൾ അതൊക്കെ വളരെ മാനസികമായിട്ട് വിഷമമായിരുന്നു. പിന്നെ ജോലി ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഈ കൈക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇതിൻ്റെ കമ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്തനാപുരം വിടവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ചുവരിലെ ചിത്രങ്ങൾ, അത് ദശാവതാര ചിത്രങ്ങൾ വരയ്ക്കാനൊരു ഭാഗ്യം കിട്ടുന്നത്. അങ്ങനെ ദശാവതാര ചിത്രങ്ങൾ വരയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ അത് അവിടെയുള്ളൊരു ചേട്ടായി, അനന്തു എന്ന് പറഞ്ഞ ചേട്ടായി, അതായത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും അപ്രകാരം അത് വൈറലാകുകയും ചെയ്തു. അങ്ങനെ വലിയൊരു പ്രേക്ഷകരെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും വീണ്ടും വലിയ വലിയ ക്ഷേത്രങ്ങളിൽ ഇത് ഞാൻ വരച്ചത് കാണാനിടയായി. അങ്ങനെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു മഹാഗണപതി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ചുവരിൽ ചിത്രം വരയ്ക്കാൻ അവസരം കിട്ടി. അതും എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവായിരുന്നു. അങ്ങനെ ആ ചിത്രം വരയ്ക്കാനോട് പ്രതിഫലം ആഗ്രഹിച്ചല്ല ചിത്രങ്ങൾ വരയ്ക്കുന്നത്. അങ്ങനെ ആ ചിത്രങ്ങൾ വരയ്ക്കുന്ന കൂട്ടി തന്നെ അവിടെ ഒരു പടിഞ്ഞാറ്റിൻകര അമ്പലത്തിൻ്റെ പ്രസിഡൻറ്റ് അജിത് ബിനായ എന്ന് പറഞ്ഞ ആ ചേട്ടായി എനിക്കൊരു പാരിതോഷികം, ഒരു തുക തന്ന് നല്ല സാമ്പത്തികമായി ഇച്ചിരി സാമ്പത്തികം തന്ന് സഹായിച്ചു. അങ്ങനെ ആ ചിത്രം കാണാൻ ക്ഷേത്രത്തിൽ ഇവിടുത്തെ ശബരിമല ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റ് പ്രശാന്ത് സാറ് ക്ഷേത്രത്തിൽ എന്തോ ഒരു മീറ്റിങ്ങിന് വന്നപ്പോഴാണ് മതിൽ വരച്ച ചിത്രങ്ങൾ കാണുകയും അതിനു മുൻപ് എൻ്റെ വീഡിയോ ഇതുപോലെ കണ്ടായിരുന്നു ദശാവതാര ചിത്രം വരച്ചത്. അങ്ങനെ കൊട്ടാരക്കര വരച്ച ചിത്രങ്ങൾ കാണുകയും അപ്രകാരം എന്നെ ശബരിമലയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അത് ക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ മതിലയിൽ അയ്യപ്പൻ്റെ ഒരു ചിത്രം വരച്ചായിരുന്നു. അയ്യപ്പ ഭഗവാന്റെ ഒരു ചിത്രം ഞാൻ വരച്ചായിരുന്നു. അതൊരു പാട്ടുപാടിയൊക്കെ ആയിരുന്നു വരച്ചത്. പക്ഷേ അത് ഭഗവാൻ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇടത് കൊണ്ട് ചിത്രം വരച്ചാൽ ഭഗവാന്മാർക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ച ചോദ്യത്തിന് ഇന്ന് ഭഗവാന്റെ തിരുസന്നിധിയിൽ, അയ്യപ്പ ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്നിരിക്കുന്നു. അതിന് കാരണം ഭഗവാൻ എന്നെ അവസ്ഥ കണ്ട് എന്നെ സഹായിച്ച് ഇവിടെ വന്നു. അതിലുപരി അതായത് ബഹുമാനപ്പെട്ട പ്രശാന്ത് സാറ് എന്നെ ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. സാറിനും കുടുംബത്തിനും എൻ്റെ നന്ദി ആദ്യം അർപ്പിക്കുന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് രസം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാനായിരിക്കും ഇവിടെ വിളിച്ചിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഭഗവാന്റെ ചരിത്രകഥകളാണ് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞപ്പം മാനസികമായിട്ട് ഇതായിപ്പോയി. എങ്ങനെ ഇത് വരയ്ക്കും? പക്ഷേ ഭഗവാൻ എല്ലാ കൃപകളും തന്നു ഓരോ ചിത്രങ്ങൾ വരയ്ക്കാൻ ഭാഗ്യം തരുന്നുണ്ട്. അങ്ങനെ ഓരോ ചിത്രങ്ങൾ, ഇപ്പോൾ ഒരു 4 ചിത്രം ഇവിടെ വരച്ചു കഴിഞ്ഞു. ഇനിയൊരു 10-30 ചിത്രങ്ങളോട് വരയ്ക്കാനുണ്ട്. പിന്നെ അങ്ങനെ ഇനി മുമ്പോട്ട് ഈ ചിത്രങ്ങൾ ഇനി വരയ്ക്കാനുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ എനിക്കൊരു അപേക്ഷയുണ്ട്. വീണ്ടും എല്ലാവരും ഈ എനിക്കും വീണ്ടും ഇനി ഇതുപോലെ ക്ഷേത്രങ്ങളിലും ദേവാലയത്തിലും സ്കൂളിൻ്റെ മതിലൊക്കെ ചിത്രം വരയ്ക്കാൻ അവസരങ്ങൾ, എൻ്റെ കഴിവ്, അതായത് ഈ വരയ്ക്കാനുള്ള കഴിവ് ഒരു വർക്കുകൾ തരണമെന്ന് ஆகிரவுண்டு. செய்திகளை உடனுக்குடனும் துல்லியமாகவும் தெரிந்து கொள்ள சப்ஸ்கிரைப் பண்ணுங்க.